ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുൻപായി BJP എംപിമാരുടെ 2 ദിവസത്തെ ശില്പശാല ഇന്ന് അവസാനിക്കും. വികസിത ഭാരതം, എംപിമാരുടെ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ശില്പശാല നടക്കുന്നത്. GST പരിഷ്കരണം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എംപിമാർ അഭിനന്ദിച്ചു. ശില്പശാലയിൽ പ്രധാനമന്ത്രി മറ്റ് നേതാക്കൾക്കൊപ്പം അവസാന നിരയിൽ ഇരിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിലും ശ്രദ്ധേയമായിരുന്നു. ജിഷ്ണു, അങ്ങനെയെങ്കിൽ എത്രത്തോളം നിർണായകമാണ് ഈ ഒരു ശില്പശാല ഇന്ന് അവസാനിക്കാനിരിക്കുന്നത്? വിഷ്ണു, ഇന്നലെയും ഇന്നുമാണ് BJP എംപിമാരുടെ ശില്പശാല രാജ്യതലസ്ഥാനത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. നാളെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുൻപായാണ് ഇത്തരത്തിലൊരു ശില്പശാല സംഘടിപ്പിച്ചത്. മുഴുവൻ BJP എംപിമാരോടും ഈ ശില്പശാലയിൽ, അതായത് ഇന്നലെയും ഇന്നും നാളെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടും ഈ 3 ദിവസവും മുഴുവൻ BJP എംപിമാരും ഡൽഹിയിൽ വേണം എന്ന നിർദ്ദേശം നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇന്നുമായി ശില്പശാല നടക്കുന്നു. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തോടു കൂടിയാകും ശില്പശാല അവസാനിക്കുക. വികസിത ഭാരതം, കൂടാതെ എംപിമാർ സോഷ്യൽ മീഡിയയിലെ ഫലപ്രദമായ ഉപയോഗം എന്നീ പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള ചർച്ചകൾ, ഒപ്പം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയും, ഏത് രീതിയിലായിരിക്കണം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ക്രമീകരണങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നൊരു പരിചയപ്പെടുത്തൽ കൂടി ഈ ശില്പശാലയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഈ ശില്പശാലയിൽ ഈ നേതാക്കൾക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും അവസാനത്തെ നിരയിലിരിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആ ചിത്രം പങ്കുവച്ചിരുന്നു. മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാത്ത തരത്തിൽ, അതായത് പ്രധാനമന്ത്രി എന്ന പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന, അല്ലെങ്കിൽ ആ പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഏറ്റവും പിറകിലത്തെ ഏറ്റവും അവസാനത്തെ സീറ്റിലിരുന്നത്. അത് മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനോ അല്ലെങ്കിൽ അത് മാതൃകയാക്കാനോ സാധിക്കില്ല എന്ന തലക്കെട്ടുകൂടുകൾ കൂടിയായിരുന്നു ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഇന്നലെയും ഇന്നും ശില്പശാലയിൽ എത്താത്ത എംപിമാരോട് മുഴുവൻ ഡൽഹിയിലേക്ക് എത്തണം എന്ന നിർദ്ദേശം പ്രധാനമന്ത്രിയും ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായും നൽകിയിട്ടുണ്ട്. വിഷ്ണു. ശരി, ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.